ഹലോ, എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മെക്സിക്കൻ വിഭവമായ ഗോക്കാമോളിയാണ്. അപ്പോൾ വിദേശികളെയെല്ലാം നമ്മൾ ഏറ്റെടുക്കുന്ന ആൾക്കാരാണല്ലോ. ഇറാനിയൻ ചായ, അൽഫാം, അപ്പം കുഴിമന്തി. അപ്പോൾ ഇനി കൂട്ടത്തിൽ ഇതേ നമ്മുടെ ഗോക്കാമോളിയുടെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവകാഡോ വെച്ചുള്ളൊരു ചമ്മന്തിയാണ് ഗോക്കാമോളി. അപ്പോൾ ഇനി നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് നല്ല അവകാഡോ തിരഞ്ഞെടുക്കുക എന്ന് നോക്കാം. നല്ല മൂത്ത അവകാഡോ തിരഞ്ഞെടുക്കുമ്പം ഇതിൻ്റെ കളറ് കുറച്ച് നല്ല കരിമ്പച്ച കളറായിരിക്കും മൂക്കാത്ത അവകാഡോയ്ക്ക്. കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊന്ന് കുറച്ച് കുറയും. അതേപോലെ ഇതിൻ്റെ ഈ നെടുപ്പൊന്ന് വിട്ടു വരികയും ചെയ്യും. നമ്മൾ മാമ്പഴമൊക്കെ ഇല്ലേ, നല്ലോണം മൂത്ത് കഴിയുമ്പം നെട്ടിട്ടല്ലേ താഴെ വീഴണേ, അതേപോലെ ഈ നെട്ടില്ലാണ്ടാകുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ നല്ല പഴുത്തിട്ടുണ്ട്. മൂത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ നെറ്റിൽ നിന്ന് വിട്ടു പോകുന്നത്. അപ്പോൾ ഇത് നല്ല പാകമായിട്ടുള്ള അവകാഡോയാണ്. ഇപ്പോൾ ഏകദേശം അതിപ്പോൾ തൊട്ടാലുടനെ പോണ പോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കി വേണം നന്നായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട്. നമുക്കിത് പുറത്ത് അരിപ്പാത്രത്തിലൊക്കെ ഇട്ട് വയ്ക്കാവുന്നതാണ് ഇത് പഴുക്കാനായിട്ട്. പഴുത്ത് കഴിഞ്ഞാൽ പുറത്ത് സൂക്ഷിക്കാൻ പാടില്ല. പുറത്ത് സൂക്ഷിച്ചത് പെട്ടെന്ന് കറുത്ത് പോവും. നമുക്ക് നല്ലോണം ഒരുവിധം പഴുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരാഴ്ച വരെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം, കേടാവില്ല. മൂക്കാത്ത അവകാഡോ ആണെങ്കിൽ അത് പഴുത്ത് കിട്ടില്ല, കുറച്ച് ദിവസം ആകുമ്പോഴത്തേനും അത് കറുത്ത് പോകത്തേ ഉള്ളൂ. അപ്പോൾ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക. നമ്മൾ കയ്യിലെടുത്ത് പിടിക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു സോഫ്റ്റായിട്ട് ഇരിക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് നല്ല അവകാഡോ തിരഞ്ഞെടുക്കേണ്ടതെന്ന്. ഇനി നമുക്ക് നമ്മുടെ ഗോക്കാമോളി എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ആദ്യം തന്നെ വേണ്ടത് നല്ല പഴുത്ത അവകാഡോയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് അവകാഡോയാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല പഴുത്ത അവകാഡോ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഗോക്കാമോളി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഞാനിപ്പം ഒരു പാതി ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക്, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം. ഒരു നാരങ്ങ, പിന്നെ നല്ല പഴുത്ത തക്കാളി. ഇതിൽ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു സാധനമാണ് നമ്മുടെ മല്ലിച്ചെപ്പ്. മല്ലിയില നന്നായിട്ട് വേണം. അത് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറുമാണ് ഇതിന് കൊടുക്കുന്നത്. നമുക്ക് അവകാഡോയുടെ ഉള്ളിലെ പൾപ്പൊക്കെ ഒന്ന് എടുക്കുക. അതിനായിട്ട് ഇത് ഒന്ന് മുറിച്ചതിന് ശേഷം ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളിങ്ങനെ തിരിക്കത്തില്ലേ, ചെപ്പുകളൊക്കെ തുറക്കാൻ തിരിക്കണ പോലെ ഒന്ന് തിരിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മുറിഞ്ഞ് കിട്ടും. എന്നിട്ട് നമ്മുടെ കത്തി ഉപയോഗിച്ച കുരുവിലൊന്ന് കൊത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് വിട്ട് കിട്ടും. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് അകത്ത പൾപ്പ് നമുക്കിതിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. നമുക്ക് ഈ തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. തക്കാളിയുടെ ഉള്ളിയുടെ കുരു എടുത്ത് കളയുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ അത് കളയണില്ല. അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പച്ചമുളകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം. നമ്മളിതിൽ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ഒലീവ് ഓയിലാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെയാണ് വേണ്ടുന്നത്. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അവകാഡോയുടെ പൾപ്പൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ പൊട്ടറ്റോ സ്മാഷർ കൊണ്ടോ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. വല്ലാണ്ട് ഇങ്ങനെ ലൂസാവുന്ന പോലെയില്ല, അത് കട്ട് ചെയ്തൊന്ന് കുറച്ച് ഒന്ന് ചേർക്കാം. പതുക്കെ ഒന്ന് ആക്കിയെടുത്താൽ മതി. നമ്മളിത് ഇളക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞോളും. വല്ലാണ്ട് കട്ടയായിട്ട് എടുക്കല്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും തക്കാളിയും മല്ലിച്ചെപ്പും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് നമുക്കിപ്പോൾ തന്നെ ചേർക്കാം.
ഇതിലേക്ക് നന്നായിട്ട് ഇളക്കിയെടുത്തതിലേക്ക് നമുക്ക് ഒലിവ് ഓയിലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒലിവ് ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഒലിവ് ഓയിലാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുക. അപ്പോൾ 2 സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നാരങ്ങാനീര് ചേർത്തിട്ടുണ്ട്. നാരങ്ങാനീര് ഒലിവ് ഓയിലും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് വായുവായിട്ട് സമ്പർക്കം വരുമ്പോഴത്തേന് അവകാഡോയുടെ കളർ വല്ലാണ്ട് ബ്ലാക്ക് കളറിലേക്ക് മാറും. നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ നല്ല പച്ച കളറിലിരിക്കും, പക്ഷേ കുറച്ച് നേരം നമ്മളിങ്ങനെ പുറത്തിങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് നല്ല ബ്ലാക്ക് കളറിലേക്ക് മാറും. അപ്പം നിങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും പുറത്ത് സൂക്ഷിക്കില്ല. ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക. അത് നന്നായിട്ട് എയർ കിടക്കാത്ത വിധം നന്നായിട്ട് അടച്ച് വേണം വയ്ക്കാനായിട്ട്. നാരങ്ങാനീരും കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ടുകൊടുത്ത് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊക്കോമോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തൊക്കെ കഴിക്കുന്ന ഫുഡ് ഉണ്ടാവുമല്ലോ, നമ്മൾ ചിക്കനും മട്ടനൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ മയനൈസൊക്കെ കൂടെ ഉപയോഗിക്കുന്ന പോലെ തന്തൂരിയുടെ ഒക്കെ കൂടെ ഇതുപോലെ ഈ ഒരു ചമ്മന്തി നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് സൂക്ഷിക്കണേതാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഇതിന് മുകളിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലൊരു കവർ കൊണ്ട് മൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ മൂടുമ്പോഴത്തേനും ആ ഭാഗം മോൾ ഭാഗം കുറച്ച് ഉള്ളിലേക്ക് ഒന്ന് അമക്കി കൊടുക്കണം. നന്നായിട്ട് ഉള്ളിലുള്ള എയർ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒന്ന് അമക്കി കൊടുത്ത് നന്നായിട്ട് മൂടിയെടുക്കണം. ഇതിൽ നന്നായിട്ട് ടൈറ്റായിട്ട് പ്രസ് ചെയ്ത് വേണം ഒഴിക്കാനായിട്ട്. ഞാൻ അധികമുള്ളത് മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് അമക്കി ഇതേ രീതിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, ഇതിൻ്റെ കളറൊന്നും മാറില്ല. ഇത് നല്ലൊരു സാലഡാണ്. എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കണം. ഇതിപ്പം ഫ്രിഡ്ജിൽ വയ്ക്കാൻ തരത്തേണ്, നമ്മൾ ഫ്രീസറിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, നോർമൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിപ്പം നമ്മുടെ സാലഡ് ഉണ്ടാക്കി 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് കാണിക്കുന്നതാണ്. ഇതിൻ്റെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഈ പ്ലാസ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പം നിങ്ങൾ പുറത്ത് ഇങ്ങനെ വായു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ടോ വെക്കേണ്ടത്, പുറത്തെടുത്ത് അധികം നേരം നിങ്ങൾ വെക്കല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അപ്പം ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കണം. ഇത് നമുക്ക് ചപ്പാത്തിയുടെയൊക്കെ ഉള്ളിൽ വെച്ച് റാപ്പ് ചെയ്ത് കഴിക്കാം. അതേപോലെ ബ്രെഡിന് ഉള്ളിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് ആയിട്ടൊക്കെ ആക്കി കഴിക്കാം. വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ല്. പുതുതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.